ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പം നമ്മുടെ പവിത്രമായ വേദയുടെയും വിക്രമാദിത്യൻ്റെയും പുതിയൊരു റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സൗണ്ട് ഒരു അബ്നോർമലായിട്ട് തോന്നാം, സുഖമില്ലാഞ്ഞിട്ടാണ്. അതുകൊണ്ടാണ് ഇന്നലെ റിവ്യൂ ഇടാൻ സാധിക്കാത്തത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പുതിയൊരു റിവ്യൂ എന്ന് പറയുന്നത്, നമ്മുടെ മാഷ് പറമ്പിൽ അതിരാവിലെ നിന്ന് രാവിലെ എല്ലാ ദിവസവും മാഷ് പറമ്പിലേക്ക് പോയി കൃഷിയൊക്കെ നോക്കാറുണ്ട്. ആ ഭാഗത്തേക്ക് നമ്മുടെ കമല ചെന്നിട്ട് ചായ ആയിട്ട് പോവുകയാണ്. എന്നിട്ട് മാഷിനോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ആ കുട്ടിയുടെ കാര്യങ്ങളും താലി കെട്ടിയതുമായിട്ടുള്ള കാര്യങ്ങൾ. അപ്പം നമ്മുടെ കമല ചോദിക്കുന്നുണ്ട്, മാഷ് എൻ്റെ കഴുത്തിൽ ഈ താലി കെട്ടിയല്ലോ, മാഷ് അങ്ങനെയാണെങ്കിൽ മാഷിന് അതിൽ നിന്ന് യാതൊന്നും തോന്നുന്നില്ല എങ്കിൽ മാഷ് വാ, ആ കുട്ടിയുടെ മുന്നിൽ വെച്ച് തന്നെ മാഷ് ഇത് അഴിച്ചെടുക്കുക എന്നൊക്കെ പറയുമ്പോൾ മാഷ് നന്നായിട്ട് ദേഷ്യപ്പെടുന്നുണ്ട്. നീ അതൊന്നും സംസാരിക്കേണ്ട ആവശ്യമില്ല, മാത്രമല്ല നീ ആ കുട്ടിയെ കൂടുതൽ ഒരു മരുമകളെന്നുള്ള രീതിയിൽ മനസ്സിൽ ഒരുപാട് സ്ഥാനം കൊടുക്കരുത്. നിൻ്റെ മകനെ നന്നാക്കാൻ വേണ്ടി നീ കണ്ട ഒരു പോംവഴിയായിരിക്കാം അത്, പക്ഷേ അതങ്ങനെയല്ല. അത് ആ കുട്ടിക്ക് നല്ലൊരു ഭാവിയുണ്ട്, അതെപ്പോഴെങ്കിലും തിരിച്ചു പോകട്ടെ എന്ന് തന്നെ വിചാരിക്കണം. അല്ലാതെ മാഷ് ഞാൻ പറയുന്നത് നിനക്ക് മനസ്സിലാകും എന്നാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ട് ഇത്രയും കാലം അത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഇനിയും നീ ഈ കാര്യം ശ്രദ്ധിക്കണമെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കമലയോട് മാഷ് പറയുകയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ നന്ദിനി ക്ലീൻ ചെയ്യാനായിട്ട് വരുമ്പോൾ നമ്മുടെ വേദ ആ ഹോളിൽ കിടന്ന് നല്ല ഉറക്കമാണ്. അപ്പോൾ നോക്കുമ്പോൾ 8 മണിയായിട്ട് എണീക്കാത്തതെന്ന് ചോദിച്ചവൾ ശ്രീജയുടെ അടുത്ത് ചെന്ന് പരാതി പറയുകയാണ്. അവൾ നേരം വെളുത്തിട്ട് എണീറ്റില്ല, അച്ഛൻ പറമ്പിൽ നിന്ന് വരുമ്പോൾ നമ്മളിവിടെ തൂത്ത് വൃത്തിയാക്കി ഇടേണ്ടതല്ലേ, അപ്പോൾ അവൾ ഇങ്ങനെ കിടന്നാൽ അച്ഛൻ ദേഷ്യപ്പെടത്തില്ലേ എന്നൊക്കെ പറയുമ്പോൾ ശ്രീജ ചെന്ന് പറയുന്നുണ്ട്, ഞാൻ ചെന്ന് ആ കുട്ടിയെ വിളിച്ചുണർത്തിക്കോളാം എന്ന് പറഞ്ഞ് വളരെ സൗമ്യതയോടെ ചെന്ന് വേദയെ വിളിക്കുകയാണ്. അപ്പോൾ വേദ പറയണം, അയ്യോ ഏട്ടത്തി, ഇത്രയും സമയമായപ്പോൾ എന്നെ എന്താ നേരത്തെ വിളിക്കാത്തത്, ഞാൻ ഉറങ്ങിപ്പോയി എന്നൊക്കെ. ആ സാരയില്ല, പോയി ഫ്രഷാകാൻ പറയുന്നുണ്ട്. അങ്ങനെ ഫ്രഷാകാനായിട്ട് പുറത്ത് വരുമ്പോൾ നമ്മുടെ പുറത്തെ ടോയ്ലറ്റിൽ നമ്മുടെ വിക്രം നിന്ന് കുളിക്കുകയാണ്. ഇവൾ ആ ടോയ്ലറ്റിൻ്റെ ഡോർ ഇങ്ങനെ തട്ടുന്നുണ്ട്. അപ്പം 1-2 തട്ടാകുമ്പോൾ പറയുന്നുണ്ട്, ഇത് ആരാ എന്തിനാന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവളൊന്നും മിണ്ടുന്നില്ല. വീണ്ടും മുട്ടിക്കൊണ്ടിരിക്കുകയാണ് ആ വാതിലിലേക്ക്. അപ്പോഴത്തേക്ക് അമ്മ ഇത് ആരാന്ന് ചോദിച്ചാൽ സോപ്പ് തേച്ച് കുറച്ച് സമയം കഴിഞ്ഞാൽ അവൻ പിന്നെ ഇങ്ങനെ പുറത്തേക്ക് വരുമ്പോൾ, ഓ നീ ആയിരുന്നോ എന്ന് പറയുമ്പോൾ തന്നെ വേദ നമ്മുടെ വിക്രമിനെ പിടിച്ചങ്ങോട്ട് മാറ്റി തള്ളുകയാണ്. എന്നിട്ട് ടോയ്ലറ്റിൽ കയറി റൂം ക്ലോസ് ചെയ്യുകയാണ്. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഇവളാണോ എന്ന് പറഞ്ഞ് ശല്യത്തിന് നിന്നപ്പോൾ ഇവൾ കുറച്ച് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി വരുന്നതും കണ്ടു. അപ്പോൾ ഇതിനിടയിൽ നമ്മുടെ ശ്രീജയും വിക്രമിൻ്റെ ചേട്ടന്മാരായ വിനായകും വിശ്വനും നമ്മുടെ നന്ദിനിയും ഒക്കെ ഇത് ഇങ്ങനെ, നന്ദിനിക്കാണെങ്കിൽ ഇവളോട് ഭയങ്കര അരിശമാണ്, ഇവൾ എങ്ങനെയെങ്കിലും പോയാൽ മതി എന്നാണ്. പക്ഷേ അവരൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. കൂടെ കമലയും കാണുകയാണ്. എന്നിട്ട് അവൾ കുറച്ച് കഴിയുമ്പോൾ ബാത്റൂമിൽ നിന്ന് വേദ പുറത്തേക്ക് ഇറങ്ങിയിട്ട് പറയും, അതിന് പോയി കുളിക്കുന്നു. എന്നിട്ട് അവൾ നേരെ അകത്തേക്ക് പോകും. നമ്മുടെ നന്ദിനിയും കമലയും കൂടി മുരിങ്ങയുടെ ഇലയൊക്കെ ഇങ്ങനെ പെറുക്കിക്കൊണ്ടിരിക്കുകയാണ് കറിക്ക് വേണ്ടി. അപ്പോൾ തന്നെ നമ്മുടെ വേദയെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കമല നോക്കുന്നുണ്ട്. അന്നേരം അവിടെ കോഫിയായിട്ട് നമ്മുടെ ശ്രീജ വരികയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, കമലയ്ക്ക് കോഫി കൊടുക്കുമ്പോൾ പറയുന്നുണ്ട്, കമല ഇങ്ങനെ കണ്ണ് കാണിക്കുന്നുണ്ട് കൂടി കൊടുക്കാനായിട്ട്, വേദയ്ക്കും കൂടി കൊടുക്കാമേ എന്ന് പറയും. അപ്പോൾ ഇതിനിടയിൽ തന്നെ നമ്മുടെ നന്ദിനി പെട്ടെന്നൊരു കോഫി അങ്ങ് എടുക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും വേദയ്ക്ക് കൊടുക്കാനായിട്ട് ഇങ്ങനെ ശ്രീജ ചെല്ലുമ്പോൾ തന്നെ മാഷ് അവിടേക്ക് വരികയാണ്. പെട്ടെന്ന് അവൾ എഴുന്നേറ്റ് മാഷിന് ആ കോഫി നീട്ടും. മാഷ് പറയും, നിൻ്റെ കമല രാവിലെ പറമ്പിൽ ചായ കൊണ്ട് വന്നതാണല്ലോ, ഈ കോഫി പിന്നെ ആർക്കും കൊണ്ടുവന്നതാന്നൊക്കെ ചോദിച്ച് ഇങ്ങനെ നിൽക്കുമ്പോൾ പെട്ടെന്ന് നന്ദിനി വന്ന് ആ കോഫി എടുത്തിട്ട് പറയണം, ഇതെന്നാൽ വിനായകേട്ടന് കൊടുക്കാമെന്ന്. അങ്ങനെ വിനായകേട്ടന് ആ കോഫി കൊടുക്കുമ്പോൾ വേദയ്ക്ക് അത് കിട്ടുന്നില്ല. അങ്ങനെ ഒരു ചെറിയൊരു സങ്കടം നമ്മുടെ കമലയ്ക്ക് ഉണ്ടാകുന്നുണ്ട്. ഇതിനിടയിൽ ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മുടെ വിക്രം എന്ന് പറയുന്നത് പുറത്ത് ഔട്ട് ഹൗസിൽ നിന്ന് റെഡിയൊക്കെ ആയി ഔട്ട് ഹൗസിൽ നിന്ന് പുറത്തേക്ക് നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോൾ തന്നെ ശ്രീജേട്ടത്തി എനിക്ക് കോഫി എന്ന് പറയുമ്പോൾ ശ്രീജ കോഫി കൊണ്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നത്, ഓ ഈ വേദാൾ ഇവിടെ കിടക്കുകയാണ്, പോയി ലേഡി, ഞാൻ നല്ല രീതിയിൽ പറയുക, നീ ഒന്ന് പോയി തരാമോ എന്നൊക്കെ. അപ്പോൾ ഇവളിങ്ങനെ തുറിച്ച് നോക്കുന്നുണ്ട്, നീ ആരെയാടി ഇങ്ങനെ നോക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് കോഫി എടുത്തു. എന്ത് നല്ല കോഫി. അപ്പോൾ ഇതിനിടയിൽ ശ്രീജ കോഫി കൊണ്ടുവരുമ്പോൾ ചോദിക്കുന്നുണ്ട്, എല്ലാവരും കോഫി കഴിച്ചു എന്ന്. അപ്പോൾ അന്നേരം ശ്രീജ അവളെ ഒന്ന് നോക്കുന്നുണ്ട്. ഞാൻ ചോദിച്ചത് ഏട്ടത്തി, ഈ വീട്ടിലെല്ലാവരും കഴിച്ചു എന്നല്ലാതെ വേറെ പുറത്തുനിന്ന് വന്നവരല്ല എന്ന്. അപ്പോൾ മനസ്സിലായി വിക്രമിനെ ശ്രീജ വേദ കോഫിയൊന്നും കഴിച്ചിട്ടില്ല എന്ന്. എന്നിട്ട് വിക്രം ഇങ്ങനെ ഉപദേശിച്ചാണ് ഒരു ചെയർ നീക്കിയിട്ട് അവിടെ ഇരുന്ന് പറയുന്നത്, നീ എങ്ങനെയെങ്കിലും ഒന്ന് ഒഴിഞ്ഞു പോകുമെന്നൊക്കെ. എന്നിട്ട് കോഫി കുടിച്ചിട്ട് താഴെ വയ്ക്കുന്നുണ്ട്. അപ്പോൾ അവൾ ആ കോഫിയിലേക്ക് നോക്കുമ്പം തന്നെ വിക്രം പെട്ടെന്ന്, അയ്യോ അതെടുത്ത് ഇനിയിപ്പം അന്ന് കാലിലൊഴിച്ചു, ആരും ഇല്ലെങ്കിൽ മുഖത്തൊഴിക്കുമെന്ന് പറഞ്ഞതാ എന്ന് പറഞ്ഞ് അവൾ പെട്ടെന്ന് ആ കോഫി അങ്ങ് എടുക്കുന്നുണ്ട് വേദ. അന്നേരം വിക്രം പറഞ്ഞിട്ട്, അയ്യോ മുഖത്തൊഴിക്കരുതേ എന്ന് പറഞ്ഞ് വിക്രം ഇങ്ങനെ 2 കാലും മുകളിലേക്ക് മുഖത്തിനൊരു തടസ്സം വരുന്ന രീതിയിൽ 2 കാലും കൈയും ഒക്കെ എടുത്ത് മറയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇവളൊന്ന് ഒഴിക്കാമെന്ന് പറഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞിട്ട് ഇതാ കുടിക്കുമെന്ന് പറഞ്ഞ് കൊടുക്കുന്നുണ്ട്. അങ്ങനെ കുടിക്കാനായിട്ട് ഇങ്ങനെ എടുക്കുമ്പോൾ പുറത്തുനിന്ന് ഒരാൾ വിളിക്കുന്നുണ്ട്, വിക്രമേട്ട എന്ന്. അങ്ങനെ ആരാ നോക്കാൻ വേണ്ടി വിക്രം പോകുന്നുണ്ട്. പോകുമ്പോൾ ഒരു അമ്മയും കുഞ്ഞുമാണ്.
അപ്പോൾ വിക്രം പെട്ടെന്ന് അവരെ വിളിച്ചു, നിങ്ങളെന്താ ഇവിടെ മാറി വാ, നിങ്ങൾ എന്തിനാ വരേണ്ട ആവശ്യമില്ലായിരുന്നു, ഒരു ഫോൺ കോൾ ചെയ്താൽ പോരെ, ഞാൻ അങ്ങോട്ട് വരുമായിരുന്നല്ലോ എന്നൊക്കെ നമ്മുടെ വിക്രം പറയുന്നുണ്ട്. എങ്ങനെ വിക്രമിൻ്റെ നോക്കുമ്പോൾ വിക്രം സംരക്ഷിച്ച അല്ലെങ്കിൽ രക്ഷിച്ച ഏതോ ഒരു ഫാമിലിയാണ് നമ്മുടെ വേദയ്ക്ക് മനസ്സിലാകുന്നുണ്ട്. വിക്രമിന് വിദ്യാഭ്യാസത്തിൻ്റെ എല്ലാ ഇതും ഉണ്ട്, അപ്പോൾ അത് തുടർന്ന് പോകാൻ പറ്റാത്തതിൻ്റെ ഒരു രീതിയും അവിടെ കാണിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോൾ തന്നെ നമ്മുടെ മുത്തശ്ശിയും വേദയുടെ അമ്മയും കൂടി ആ വീട്ടിലേക്ക് വരുന്നുണ്ട്. അന്നേരം വിക്രം വീണ്ടും കാണുമ്പോൾ മുത്തശ്ശി ചെന്ന് അനുഗ്രഹം വാങ്ങിക്കുമ്പോൾ മുത്തശ്ശി പറയും, മോനെ അതൊന്നും വേണ്ടാന്ന് പറയും. ഇത് അനുഗ്രഹമല്ല, ബഹുമാനം കൊണ്ടല്ല മുത്തശ്ശി, ഇത് ആ സാധനത്തിന് എങ്ങനെയെങ്കിലും ഇവിടുന്ന് കൊണ്ടുപോകാൻ വേണ്ടിയാണെന്ന്. അങ്ങനെ അവിടെ നിൽക്കുമ്പോൾ തന്നെ ഇത്രയും പറഞ്ഞിട്ട് വിക്രം ഒത്തിരി ദേഷ്യപ്പെട്ടിട്ടൊക്കെ പോകുന്നുണ്ട്, എനിക്ക് വേണ്ടാന്നൊക്കെ. അത് കഴിയുമ്പോൾ മാഷ് വരുന്നുണ്ട്. അപ്പോൾ മാഷ് വരുമ്പോൾ മാഷ് പറയുന്നുണ്ട്, എന്തിനാ ഇവരെ പുറത്ത് നിർത്തിയിരിക്കുന്നതെന്ന്. അങ്ങനെ മാഷ് പിടിച്ച് അകത്തേക്ക് കയറ്റുന്നതാണ് ഇന്നത്തെ എപ്പിസോഡ്. ഓക്കെ, താങ്ക് യു.